വളരെ ലളിതമായ ഒരു VHF ഡെൽറ്റ ലൂപ്പ് ആൻറ്റന ഉണ്ടാക്കി അതുപയോഗിച്ചിട്ട് ഒരിക്കൽ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലെ വോയിസ് ട്രാൻസ്പോണ്ടറിൽ കൂടെ കോൺടാക്റ്റ് ചെയ്യാൻ പറ്റിയ കാര്യം ഞാൻ കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്തിരുന്നു. ആ വീഡിയോ പലർക്കും ഇഷ്ടമായി. അതുകൊണ്ട് VHF ഡെൽറ്റ ലൂപ്പ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ള കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഒരു ഇലക്ട്രിക്കൽ വയറിംഗ് ചാനൽ എടുത്തിട്ട് അതിൻ്റെ 35 സെൻറ്റിമീറ്റർ രണ്ട് ഭാഗത്തേക്ക് അടയാളപ്പെടുത്തി, എന്നിട്ടൊരു PVC പൈപ്പ്, ഒരു 1.5 ഇഞ്ച് PVC പൈപ്പിൻ്റെ മുകളിൽ പിടിപ്പിച്ചു. അപ്പോൾ രണ്ട് ഭാഗത്തേക്ക് 35, അപ്പോൾ 70 സെൻറ്റിമീറ്ററാണ് മേലെയുള്ള ഭാഗത്തിൻ്റെ ടോട്ടൽ ലെങ്ത്ത്. അവിടെ നമ്മുടെ സാധാരണ 2.5 സ്ക്വയർ മില്ലിമീറ്റർ ഇലക്ട്രിക്കൽ വയറാണ്, പച്ച വയർ കണ്ടില്ലേ, അത് ഉപയോഗിക്കുന്നത്. അത് 2.5 mm വയർ ഉപയോഗിച്ചിട്ട് ഒരു ഡെൽറ്റ ലൂപ്പിൻ്റെ ആകൃതി ഉണ്ടാക്കി. താഴെ ഭാഗം സെപ്പറേറ്റ് ആണ്, അത് ഫീഡ് പോയിൻ്റ് ആണ്. വളച്ച് വന്ന് താഴെ ഭാഗത്താണ് ഫീഡ് ലൈൻ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ താഴെ ഭാഗത്ത് എന്താ ചെയ്തിരിക്കണമെന്ന് വെച്ചാൽ അവിടെ ഒരു കോയാക്സിൽ കേബിളാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ആ വെള്ള കാണുന്നത് 75 ohms TV കേബിളാണ്, RG6. സാധാരണ നമ്മൾ ഹാം റേഡിയോയ്ക്ക് ഉപയോഗിക്കുന്ന കേബിളല്ല. ഹാം റേഡിയോയുടെ കേബിള് 50 ohmsൻ്റെയാണ്. ഇതിന് വലിയ വിലയൊന്നുമില്ല. വെള്ള കേബിള് വളരെ 12 രൂപയെങ്ങാണ്ടേ ഉള്ളൂ ഒരു മീറ്ററിന്. ഇതിപ്പോൾ 1 മീറ്റർ കഷ്ടിച്ച്, അതായത് നമ്മൾ ക്വാർട്ടർ വേവ് ലെങ്ത്താണ് നമ്മൾ ഉപയോഗിക്കേണ്ടി വരുന്നത്. അപ്പോൾ 1 മീറ്ററിനെ വേണ്ട, ഒരു 1/2 മീറ്റർ മതി. പിന്നെ ഈ ട്രയാങ്കിളായിട്ടാണല്ലോ ഡെൽറ്റ ലൂപ്പ്, അതിൻ്റെ എല്ലാ ഭാഗങ്ങളും ഏകദേശം 70 സെൻറ്റിമീറ്റർ ആയിരിക്കും. അതാണ് നേരത്തെ 35 സെൻറ്റിമീറ്റർ രണ്ട് സൈഡിലേക്കും ആ ചാനൽ വെച്ചു എന്ന് പറഞ്ഞത്. അപ്പോൾ സാധാരണ ഡെൽറ്റ ലൂപ്പ് ആൻറ്റനയ്ക്ക് നമുക്ക് വേണ്ടത് 4:1 ട്രാൻസ്ഫോമർ വേണം ഫീഡ് പോയിൻറ്റിൽ. അതിന് പകരമാണ് ഈ മാച്ചിങ് സെഗ്മെൻറ്റ് ഉപയോഗിച്ചിരിക്കുന്നത്. ട്രാൻസ്ഫോമറിൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ. പിന്നെ താഴേക്ക് പോകുന്ന ആ കറുത്ത കോയാക്സ് ആ കാണുന്നത്, അതാണ് നമ്മുടെ സാധാരണ ഹാം റേഡിയോൻ്റെ കേബിള് 50 ohmsൻ്റെ. ഈ ആൻറ്റനയ്ക്ക് ഞാൻ ഉപയോഗിച്ചിരുന്ന ഒരു 15 മീറ്റർ നീളമുള്ള RG213, അതിവിടെ സ്പെയർ ഉണ്ടായിരുന്നുകൊണ്ട് അത് ഉപയോഗിച്ചു. അതിനെ വേണമെന്നില്ല, വേറെ 50 ohms കേബിൾ ആയാലും മതി. പിന്നെ ഫീഡ് പോയിൻറ്റിൽ കണക്ട് ചെയ്യുന്നത് വയറിൻ്റെ 2 തല, പച്ച വയറിൻ്റെ 2 തലകളുണ്ടല്ലോ. ഒരു തല ഷീൽഡിലേക്ക് കണക്ട് ചെയ്യും, മറ്റേ തല സെൻട്രൽ കണ്ടക്ടറിലേക്ക്. അതായത് ആ വെള്ള കോയാക്സിൻ്റെ ഷീൽഡിലേക്ക് ഒരു തലയും മറ്റേ തല സെൻട്രൽ കണ്ടക്ടറിലേക്കും കണക്ട് ചെയ്യും. എന്നിട്ട് ഓരോന്നും സെപ്പറേറ്റ് ഇൻസുലേറ്റ് ചെയ്തിട്ട് മൊത്തത്തിൽ ടേപ്പ് ചെയ്ത് വെച്ചിരിക്കണതാണ് കാണുന്നത്. കണക്ഷൻ ഉള്ളിലായതുകൊണ്ട് പുറത്തുനിന്ന് കാണില്ല. അപ്പോൾ ഒരു 2 മീറ്റർ നീളമുള്ള PVC പൈപ്പ് എടുത്തിട്ട് അതിൻ്റെ മുകളിലാണ് ഈ ആൻറ്റന ഉണ്ടാക്കിയത്. അതിൻ്റെ സൈഡിൽ മെറ്റാലിക് പൈപ്പിൻ്റെ മുകളിൽ കാണുന്നത് ഈ ആൻറ്റനയല്ല, കുറേ എലമെൻ്റ് ഉള്ളത് മോക്സോൺ യാഗിയാണ്. അതാണ് ഞാൻ സ്ഥിരമായിട്ട് സാറ്റലൈറ്റ് ഓപ്പറേഷന് ഉപയോഗിക്കുന്നത്. ഇത് ഒരു പാരപ്പറ്റിൻ്റെ മുകളിൽ വെച്ചത്. അപ്പോൾ പാരപ്പറ്റിൻ്റെ ഹൈറ്റും നിലത്തുനിന്നുള്ള ഫസ്റ്റ് ഫ്ലോർ ടെറസാണല്ലോ. അപ്പോൾ അതുകൊണ്ട് എല്ലാം കൂടി കൂട്ടി നോക്കിയാൽ ഒട്ടാകെ ആൻറ്റനയുടെ മാക്സിമം ഹൈറ്റ് 6 മീറ്റർ ഉണ്ടാവും, ഏറ്റവും ടോപ്പ് വരെ. ഇനിയിപ്പോൾ SWR ചെക്ക് ചെയ്യണം. അതിനൊരു പാച്ച് കേബിൾ, ഒരു ചെറിയ കേബിള്, അത് 2 സൈഡിലും PL259 ഉണ്ടാവണം. അത് വെച്ചിട്ടാണ് ചെക്ക് ചെയ്യുന്നത്. SWR ചെക്ക് ചെയ്യുന്ന കാണിക്കുന്നത് തിരൂർ റിപ്പീറ്ററിൻ്റെ ഫ്രീക്വൻസിയാണത്. ഞാൻ ഉപയോഗിക്കുന്നത് ക്രോസ് നീഡിൽ SWR മീറ്ററാണ്. അപ്പോൾ ആ നീഡിൽ ഉള്ള 2 നീഡിൽ, ഒന്ന് ഫോർവേഡ് പവർ കാണിക്കുന്നു, മറ്റേ റിഫ്ലക്റ്റഡ് പവർ. റിഫ്ലക്റ്റഡ് പവർ വളരെ കുറച്ചേ ഉള്ളൂ, ഫോർവേഡ് പവറാണ് കൂടുതലായിട്ട് കാണിക്കുന്നത്. ലോ പവറിലാണ് ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ ആ 2 നീഡിൽസിൻ്റെയും ക്രോസിംഗ് പോയിൻ്റാണ് നമ്മൾ SWR ആയിട്ട് എടുക്കുന്നത്. അത് ഏകദേശം ഒരു 1.2ൻ്റെ അടുത്തുണ്ട് SWR. അത് പല ഫ്രീക്വൻസിയിലും ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കി, പല റിപ്പീറ്ററിൻ്റെ ഫ്രീക്വൻസിയിലും ടെസ്റ്റ് ചെയ്ത് നോക്കി. എല്ലാം ഏകദേശം VHF റേഞ്ചിൽ 1.2ൻ്റെ റേഞ്ചിൽ തന്നെയാണ് ഒരുവിധം എല്ലാ റിപ്പീറ്ററുകളിലും. ഇവിടെ നിന്ന് ആക്സസ് ഉള്ള റിപ്പീറ്ററുകളിലൊക്കെ അത് തന്നെയാണ് കിട്ടിയത്. പിന്നെ അൾട്രാ ഹൈ ഫ്രീക്വൻസി UHF റേഞ്ചിൽ ടെസ്റ്റ് ചെയ്തു. അതിൽ കുറച്ചുകൂടെ കൂടുതലുണ്ട്, ഒരു 1.4ൻ്റെ അടുത്തുണ്ട് SWR. പക്ഷേ UHFൽ ഞാൻ ആദ്യം ട്രാൻസ്മിറ്റ് ചെയ്യുന്നില്ല, റിസീവ് ആണ് ചെയ്യുന്നത്. സ്പേസ് സ്റ്റേഷൻ്റെ റിസപ്ഷൻ UHFലാണ്, അൾട്രാ ഹൈ ഫ്രീക്വൻസി. HFലൊക്കെ ഡെൽറ്റ ലൂപ്പ് ആൻറ്റനയ്ക്ക് നോയ്സ് വളരെ കുറവാണെന്ന് പറയാറുണ്ട്. അപ്പോൾ ഞാൻ VHFൽ എങ്ങനെയാണെന്ന് നോക്കി. ഇത് നമ്മുടെ CP22E എൻ്റെ 5x8 ലാംഡ കൊളീനിയർ ആൻറ്റന വെച്ചിട്ടുള്ളതാണ്. നോയ്സ് ലെവൽ വൈകുന്നേരമാണ് എനിക്ക് കൂടുതൽ, 9 മണിയൊക്കെ ആയപ്പോഴുള്ള ഇതാണ് കാണുന്നത്. 8 സെഗ്മെൻറ്റ് കണ്ടിന്യൂസ് ആയിട്ട് നോയ്സ് കാണിക്കുന്നുണ്ട്. കോഴിക്കോട് റിപ്പീറ്ററിൽ ഡെൽറ്റ ലൂപ്പ് വെച്ചിട്ട് നോക്കണമായി കാണുന്നത്. ആ 2 സെഗ്മെൻ്റ് ആ നോയ്സ്. മറ്റത് റിപ്പീറ്ററിൽ നെറ്റ് നടക്കുന്ന സമയമാണ്. ആ നെറ്റ് നടക്കുന്ന സമയത്ത് ബാക്കി കാണുന്നത് ഫുൾ സെഗ്മെൻറ്റ് കാണുന്ന സിഗ്നലാണ്. കോഴിക്കോട് റിപ്പീറ്റർ ഇവിടെ തൊട്ടടുത്താണല്ലോ.
അപ്പോൾ നെറ്റ് കൺട്രോളർ നെറ്റ് സംസാരിക്കാത്ത നേരത്ത് നോക്കിയാൽ കാണാൻ 2 സെഗ്മെൻറ്റേ ഉള്ളൂ നോയ്സ്. അപ്പോൾ ഡെൽറ്റ ലൂപ്പിൽ നല്ലോണം നോയ്സ് കുറയുന്നുണ്ട്. പക്ഷേ മറ്റേതിൻ്റെ അത്ര ഗെയിൻ ഉണ്ടാവില്ല. നേരത്തെ എന്താ പറയുക, CP22 ആൻ്റനയ്ക്ക് കൂടുതൽ ഗെയിൻ ഉണ്ടാവും, ഇതിന് അത്ര ഗെയിൻ ഉണ്ടാവില്ല. പിന്നെ ഇതിപ്പോൾ ഹൈറ്റ് കുറവാണ്. CP22 ആൻ്റന കുറച്ചുകൂടെ ഹൈറ്റിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. മുമ്പ് സ്പേസ് സ്റ്റേഷനിൽ ഇടയ്ക്ക് SSTV സ്ലോ സ്കാൻ ടെലിവിഷൻ ട്രാൻസ്മിഷൻ ഉണ്ടാവാറുണ്ട്. അതൊരെണ്ണം റിസീവ് ചെയ്തു ഇതേ ആൻ്റന വെച്ചിട്ട്. അതായത് കാണുന്നത് 145/800 അത് വരുന്നത്. സിഗ്നൽ സ്ട്രെങ്ത് കണ്ടില്ലേ, ഫുൾ സെഗ്മെൻറ്റാണ്. കാരണം വേറെ ഒന്നുമില്ല, സാധാരണ സ്പേസ് സ്റ്റേഷൻ 5 വാട്ടിലാണ് ഇങ്ങോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. പക്ഷേ SSTVക്ക് 25 വാട്ടിലാണ് അവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം നമ്മുടെ ലോക്കൽ VHF റിപ്പീറ്ററിൻ്റെ അത്ര സ്ട്രെങ്ത് അതിൽ കാണിക്കുന്നുണ്ട്. ഇവിടെ അത്രയൊക്കെ തന്നെ എൻ്റെ ലോക്കൽ VHF റിപ്പീറ്റേഴ്സ് ഇതിൽ കിട്ടാറുള്ളൂ. ആ സൗണ്ട് ഉണ്ടല്ലോ, ആ സൗണ്ട് SSTV ട്രാൻസ്മിഷൻ്റെ സൗണ്ടാണ്. അപ്പോൾ ഇതിൽ നമ്മൾ റോബോട്ട് 35 എന്ന് പറഞ്ഞൊരു ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അത് മൊബൈൽ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിങ്ങനെ തുറന്ന് വയ്ക്കുക. അപ്പോൾ റേഡിയോൻ്റെ സ്പീക്കറിൻ്റെ അവിടെ മൊബൈൽ ഫോണിൻ്റെ മൈക്ക് വയ്ക്കുക, അത്രയേ ഉള്ളൂ. വേറെ പരിപാടിയൊന്നുമില്ല, വളരെ സിമ്പിളാണ്. പിന്നെ റേഡിയോയ്ക്ക് ആൻ്റന കണക്ട് ചെയ്യുന്നുണ്ടാവണം. ഇപ്പോൾ ഈ കേസിൽ ഞാൻ ചെയ്തിരിക്കുന്നത് ഡെൽറ്റ ലൂപ്പ് ആൻ്റന വെച്ചിട്ടാണ്. അപ്പോൾ നല്ല ഹൈ എലിവേഷൻ പാസ്സാണെങ്കിലേ അത് കിട്ടുള്ളൂ. തൊട്ടടുത്ത് കൂടെ എന്ന് പറഞ്ഞാൽ 420 കിലോമീറ്റർ അപ്പുറത്ത് കൂടെ പോകുന്നതാണ് അർത്ഥം. ദൂരെ എന്ന് പറഞ്ഞാൽ ഒരു 2000 കിലോമീറ്റർ ദൂരെയൊക്കെ ചിലപ്പോൾ പോകുമ്പോഴും സിഗ്നൽ കിട്ടിയെന്ന് വരും. പക്ഷേ ഇതല്ല, ഇത് അടുത്തു കൂടെ പോകുന്ന സിഗ്നലാണ്. അതുകൊണ്ട് ഒരുവിധം തിരക്കേടില്ലാതെ ഇമേജ് അതിലിങ്ങനെ വരണ കാണാം. ആ സിഗ്നൽ 2 മിനിറ്റാണ് ട്രാൻസ്മിഷൻ. PD120 മോഡാണ് മൊബൈൽ ഫോണിൽ റോബോ 36 സെലക്ട് ചെയ്യേണ്ടത്. അതാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 120 എന്ന് പറഞ്ഞാൽ 120 സെക്കൻഡ്. അപ്പോൾ 120 സെക്കൻഡിൽ ട്രാൻസ്മിഷൻ കഴിയും. അത്രയും നേരം ഈ സൗണ്ട് ഉണ്ടാവും. അപ്പോൾ ഇമേജ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, പതുക്കെ പതുക്കെ വരുള്ളൂ. ഇതിപ്പോൾ കുറച്ചും കൂടെ ഡയറക്ഷണൽ ആൻ്റന വളരെ നല്ല റൊട്ടേഷനൊക്കെ ചെയ്തെടുക്കുകയാണെങ്കിൽ ഇതിലും വളരെ നല്ല ക്ലിയർ ഇമേജ് കിട്ടും. പലരും നെറ്റിൽ പോസ്റ്റ് ചെയ്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. SSTV ട്രാൻസ്മിഷൻ ആവുന്ന സമയത്ത് നേരത്തെ സോഷ്യൽ മീഡിയയിൽ ധാരാളം ഇങ്ങനത്തെ ഇമേജ് പോസ്റ്റ് ചെയ്യുന്നത് കാണാറുണ്ട്. അപ്പോൾ ഇത് 2 മിനിറ്റ് കൊണ്ട് ഇത് തീരും. ഇപ്പോഴും സിഗ്നൽ സ്ട്രെങ്ത് നല്ലോണം കാണുന്നുണ്ട്, കണ്ടില്ലേ? പിന്നെ കുറച്ച് കഴിയുമ്പോൾ കുറയും, കാരണം സാറ്റലൈറ്റ് നീങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇപ്പോൾ സിഗ്നൽ സ്ട്രെങ്ത് കാര്യമായിട്ടില്ല, 2 സെഗ്മെൻറ്റേ ഉള്ളൂ. അതെന്ന് വെച്ചാൽ സാറ്റലൈറ്റ് കുറച്ച് നീങ്ങി, അതാ തീർന്നു, കണ്ടില്ലേ? ഇതാണ് ഡെൽറ്റ ലൂപ്പ് ആൻ്റന വെച്ചിട്ടും കിട്ടിയിട്ടുണ്ട് എനിക്ക്. Via Juliet Oscar. I got Dr. John anymore. I got V3 X-ray Richard anymore. V3 Golf Hotel Romeo. V2 V3 Golf Hotel